ചെറുപ്പക്കാരും യുവതികളും ഒക്കെ നശിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അത് വലിയവരും ചെറിയവരും ഒക്കെ അതിൽ കണക്കാണ്. സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന കൊറോണാനന്തരം കേരളത്തിൽ മാത്രമല്ല ലോകാടിസ്ഥാനത്തിലുണ്ടായ ഒരു മൂല്യച്യുതി. എല്ലാവരും ഫുൾ ടൈം മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുക, ആവശ്യത്തിനും അനാവശ്യത്തിനും. ഫുൾ ടൈം അതിൽ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? നിർദോഷകരം എന്ന് നമുക്ക് തോന്നുന്ന ചില ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഗെയിമുകളൊക്കെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പാടി നോക്കുകയാണെങ്കിൽ അവർ പന്ത് കളിക്കുകയായിരിക്കും. ഓക്കെ, വലിയ മോശമൊന്നുമില്ല, മുണ്ടയിച്ചതൊന്നും കാണുന്നില്ല, നമ്മളത് ആശ്വസിക്കും, കുഴപ്പമില്ലെന്ന് കരുതും. പക്ഷേ ഇവരുടെ മനസ്സ് അതിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു. ഒരു 10 മിനിറ്റ് ഒഴിവിട്ടുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ഗെയിം കളിക്കണം എന്ന രീതിയിൽ അവരിങ്ങനെ അതുമായി അവരുടെ ഹൃദയം ഇങ്ങനെ തുടുത്തുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ അവർക്ക് പഠനം, പിന്നെ എങ്ങനെ അവർക്ക് സാമൂഹിക ബന്ധങ്ങൾ, പിന്നെ എങ്ങനെയാണ് കുടുംബമായിട്ടുള്ള അവരുടെ ഡീലിംഗ് മനോഹരമായി പോവുക? എങ്ങനെയാണ് പെങ്ങളെ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുക? എങ്ങനെയാണ് സ്വന്തം മാതാവിനെയും പിതാവിൻ്റെയും വിവരം അറിയാൻ പറ്റുക? ഇല്ല, അവൻ്റെ ഹൃദയം ഫുള്ള് ഈ ഒരു ഗെയിമിൽ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയുന്നുണ്ട് ലോകം. ഏറ്റവും ലാസ്റ്റ് 16 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ലെന്ന് UAE നിയമം വന്നു. അത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു. ജപ്പാൻ ആദ്യം തുടങ്ങി, ഫ്രാൻസിൽ പോലും വന്നു. ശ്രദ്ധയിൽ പെട്ടെടുത്തോടത്തോളം ഏകദേശം 10-15 രാജ്യങ്ങൾ 18-16 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ ഈ സാധനം ഉപയോഗിക്കരുത് എന്ന് കർക്കശമായി വിലക്ക് കൊണ്ടുവന്നു. നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140-ലേറെ കോടികളുള്ള വലിയൊരു രാജ്യമാണ്. UAE നടക്കുന്നത് പോലെ, കുവൈത്ത് നടക്കുന്നത് പോലെ കർശനമായ രീതിയിൽ ചിലപ്പോൾ ഇതിൻ്റെ നിയന്ത്രണമൊന്നും ഗവൺമെൻറ് തലത്തിൽ നടന്നുകൊള്ളണമെന്നില്ല. പക്ഷേ മാതാവിനും പിതാവിനും രക്ഷിതാവിനും ഒരു ബോധം വേണം, എൻ്റെ മോൻ എൻ്റെ മോൾ നന്നായിരിക്കണം എന്നതിനെക്കുറിച്ച്. ഫുൾ ടൈം ഇതിലേക്ക് കണ്ണും മേയിച്ച് നിൽക്കുന്നതിൻ്റെ ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ തൽക്കാലം സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഒന്ന്, ഇതുവഴി വികൃതമായ ബന്ധങ്ങൾ രൂപപ്പെടുന്നു. വികൃതമായ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലജാതി പ്രണയത്തിൻ്റെയും പ്രണയ നൈരാശ്യത്തിൻ്റെയും ആ പ്രണയം മുഖേനയുള്ള കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും ഒക്കെ അടിസ്ഥാന കാരണം ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അയാളെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തപ്പോൾ കയറി പ്രണയിക്കുന്നത് കൊണ്ടാണ്. പ്രണയത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴേക്ക് നമ്മളൊക്കെ ഏത് കാലത്താന്നുള്ള രീതിയിൽ മെസ്സേജ് വരും. തീർച്ചയായിട്ടും അത് സഹിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണിത് പറയണത്. കല്യാണത്തിൻ്റെ മുന്നേയുള്ള പ്രണയങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട ഒരാളുടെ എല്ലാ തിന്മകളും മറച്ചു വെക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ഒരാൾ, യാദൃച്ഛികമായി ഒരാളെ ഇഷ്ടപ്പെടുന്നു, പിന്നെ അയാളുടെ മദ്യപാനം, മയക്കുമരുന്ന്, അയാളുടെ ദുശ്ശീലങ്ങളൊന്നും ഈ കവിതാക്കൾക്കിടയിൽ പ്രശ്നമില്ല. പക്ഷെ ജീവിതത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് വല്ലാതെ അവരെ ബാധിച്ചു തുടങ്ങും. അതോടുകൂടെ കൊലപാതകത്തിലേക്കും കൂട്ട ആത്മഹത്യയിലേക്കും എത്തിച്ചേരും. നേരെമറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സൂക്ഷ്മമായി വിലയിരുത്തി നമുക്ക് പറ്റുന്ന ഒരു ഇണയെ തുണയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കുകയാണ് എങ്കിൽ സമൂഹത്തിൻ്റെ പിന്തുണ, കുടുംബത്തിൻ്റെ പിന്തുണ, ഈ ഉത്തരവാദപ്പെട്ട ആളുകൾ അന്വേഷിച്ച് നമ്മുടെ ഇണയെക്കുറിച്ച് തുണയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നേടി അതനുസരിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റും. ഇത് ഏതോ ഒരു കണ്ണിറുക്കലിൽ പ്രണയം കൂടുകയാണ്. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ മോശത്തരങ്ങളും മറക്കാനും സഹിക്കാനും തയ്യാറാകുക. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന കുടുംബ ആത്മഹത്യകളുടെയൊക്കെ റിപ്പോർട്ടിൻ്റെ അവസാനം പ്രണയവിവാഹമായിരുന്നു എന്ന് കാണുന്നത്. വലിയ വലിയ മാനസിക രോഗ വിദഗ്ധന്മാരത് പറയുന്നതാണ്. വിവാഹം ബന്ധനം പോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. പ്രണയവിവാഹത്തിൽ ഒട്ടുമിക്കതും 90% പരാജയപ്പെടുമെന്ന് കൃത്യമായ എവിഡൻസ് വഴി അത്തരം ഗ്രന്ഥങ്ങളിൽ സമർത്ഥിക്കുന്നത് കാണാം. എന്തുകൊണ്ട്? കുറേ കാരണങ്ങളുണ്ട്, ഞാനങ്ങോട്ട് പോകല്ല. പരീക്ഷക്കാലത്ത് പ്രണയിച്ചിരിക്കുന്നവരുടെ റിസൾട്ട് എങ്ങനെ വരും എന്നതിനെ കുറിച്ച് ആലോചിക്കുക. കൃത്യമായി പഠിക്കുന്നതിന് പകരം സല്ലപിച്ച് പലയിടങ്ങളിൽ അത് കടപ്പുറാവാം, നമ്മുടെയൊക്കെ പ്രാദേശികമായുള്ള ജ്യൂസ് കടകളാവാം,
ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നൊന്നുമല്ലത്. പക്ഷെ സമൂഹത്തെ ഇത് ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ജ്യൂസ് കടകളുടെ ഉള്ളിലേക്ക് കമിതാക്കൾ കടന്നു വരുമ്പോൾ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കച്ചവടം നടക്കും. പക്ഷെ മണിക്കൂറുകൾ ആരും കാണാതെ സല്ലപിച്ചിരിക്കാനും അവർക്ക് അപ്പോൾ സാധ്യമാകും വിധത്തിലുള്ള അശ്ലീലങ്ങളൊക്കെ നടത്താനും ആ വേദിയെ അവർ ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ പ്രാദേശികമായ ജ്യൂസ് കടകളെ കുറിച്ചാണ് ഞാൻ പറയണത്, വലിയ ടൗണിലുള്ള സ്പാകളെ കുറിച്ചൊന്നുമല്ല. കേരളത്തിൽ എവിടെ നടന്നാലും ഇത്തരം സ്പാകളുടെ പരസ്യം കാണും. അവിടെയൊക്കെ നടക്കുന്നത് പറയാൻ പറ്റാത്തതാണെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നമ്മൾ വെറുതെ മലപ്പുറം ടൗണിലെ സ്പാ, കോഴിക്കോട്, കൊച്ചി ടൗണിലെ സ്പാ എന്നൊന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും. തുരുതുരാതെ കുറിച്ചുള്ള ഫോട്ടോസുകൾ നമുക്ക് കാണാൻ പറ്റും. മെസ്സേജിൻ്റെ മറവിൽ നടക്കുന്ന കുറേ അറസ്റ്റുകളൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാതെ താൽക്കാലികമായി എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കണമെന്ന് തീരുമാനിക്കുന്ന യുവത്വം പലപ്പോഴായിട്ട് പരാജയപ്പെടുന്നതാണ് ഇത്തരം മേഖലകൾ. എന്തിനാ ജീവിക്കുന്നത്? പരമാവധി ആസ്വദിക്കണം. ആ ചിന്തയിലേക്ക് അവരെ കൊണ്ടുപോയത് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ മതരാഹിത്യം. അങ്ങനെ വരുമ്പോൾ കുടുംബം പ്രശ്നമല്ല, അവരുടെ ഇക്കിളി വീടാനുള്ള സംഗതികൾ ധാരാളമായുണ്ട് അവർക്ക് പരിസരത്ത്. അപ്പൊ പിന്നെ ബാധ്യതകളൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമല്ല. സമൂഹം നശിക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാലോ, സോഷ്യൽ സയൻസിലൊക്കെ പറയുന്ന സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാകുന്ന കുടുംബം ഛിദ്രതയിലാകുന്നു. അതോടുകൂടെ സമൂഹവും നശിക്കുന്നു. സമൂഹം എന്ന് പറയുന്ന ആ ഒരു രീതി തന്നെ ഇല്ലാതായി പോകുന്നു. പിന്നെ ഓരോരുത്തരും ഒറ്റക്കൊമ്പന്മാരാകുന്നു, ഓരോരുത്തരും അരിക്കൊമ്പന്മാരാകുന്നു. അതിൻ്റെ ഫലമായി ആരോടും ബാധ്യതകളില്ല, ആരോടും നന്മ ചെയ്യേണ്ടതില്ല, അവനവൻ്റെ കാര്യം മാത്രം നോക്കി ഈ അന്തർമുഖരാകുന്നൊരു സമൂഹം രൂപപ്പെടുന്നു. ഇതിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ മൊബൈലിൽ നോക്കിയിരുത്തെന്നാണ് ഇപ്പം ഞാൻ പറയണത്. ഇത് നിസ്സാരമല്ല. ചെറിയ കാര്യത്തിന് വേണ്ടി പോലും കുട്ടികളെ ആസ്വദിപ്പിക്കാൻ വേണ്ടി, കുറച്ച് തൽക്കാലത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കരച്ചിൽ നിർത്താൻ വേണ്ടി നമ്മൾ ഫോൺ തുറന്നു കൊടുക്കുന്നതോടുകൂടെ കുട്ടി ഒരു വലിയ ദുശ്ശീലത്തിൻ്റെ ശൃംഖലയിലാണ് അകപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ഹണി ട്രാപ്പുകൾ, സാമ്പത്തികമായ തട്ടിപ്പുകൾ, സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കൽ, ദിവസേന 5-7 മണിക്കൂറിലധികം യുവാക്കൾ സ്ക്രീനുകൾ ചിലവഴിക്കുന്നതായുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നതടക്കം ഒരു ദിവസം 5 മണിക്കൂറൊക്കെ ഇതിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴി എന്തൊക്കെ സംഭവിക്കാൻ പോണത്? ഇതുകൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർക്ക്, ഇതിൽ ചെറുപ്പക്കാർ മാത്രമൊന്നുമല്ല കേട്ടോ, വൃദ്ധരും അങ്ങനെയുണ്ട്, വൃദ്ധകളും ഉണ്ട്, എല്ലാവർക്കും ഇതൊരു രസം. കൊറോണയ്ക്ക് മുമ്പ് ശേഷം എന്ന രീതിയിൽ ലോകത്തെ 2 ഘട്ടമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സംഭവം. കൊറോണൻ്റെ മുമ്പ് ഊർജ്ജസ്വലരായിരുന്നു, കൊറോണൻ്റെ മുമ്പ് ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. കൊറോണാനന്തരം എല്ലാവരും ഇതിലാണ്. വളരെ ചെറിയ ലക്ഷ്യങ്ങൾ അവർക്കുള്ളൂ. 1 മണിക്കൂർ ഗെയിം കളിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണണം. ഇസ്ലാമികമായി ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സമയത്തിന് ഏറ്റവും കൂടുതൽ മൂല്യം പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. സമയത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് പാടുണ്ട്. അതിലൂടെ മുന്നോട്ട് പോവുക. ദുനിയാവ് പ്രധാനമാണ്, ആഖിറ അതിലേറെ പ്രധാനമാണ്. ഇത് മനസ്സിലാക്കി